2005 മുതലുള്ള കുമ്പളയിലെ ജനങ്ങളുടെ സ്വപ്നമാണ് കുമ്പള ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. 4ാമത് ഭരണസമിതിയുള്ളപ്പോഴും ആ അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ തീരുമാനങ്ങളെടുത്ത് പദ്ധതികൾ പൂർത്തിയാക്കേണ്ട സമയത്ത് ഭരണസമിതിക്കുള്ളിലെ എതിർപ്പും രാഷ്ട്രീയ ഇടപെടലുകളും കൊണ്ട് കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി കുമ്പളയിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതിയാണ് കുമ്പള ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിനിടയിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ ഭരണം കൈയാളിയ 5 ഭരണസമിതികൾക്കും ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യത്തിൽ വാഗ്ദാനം നിറവേറ്റാനായില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ പോരായ്മയായി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ് വൈകുന്നതിനാൽ വ്യാപാരികളും ബുദ്ധിമുട്ടിലായതായും വ്യാപാരി വ്യവസായി കുമ്പള ജനറൽ സെക്രട്ടറി സത്താർ പറഞ്ഞു. കുമ്പള ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കുമ്പള ടൗണിന്റെ ഹൃദയഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ കെട്ടിടമായിരുന്നു. പഞ്ചായത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സും കൂടിയായിരുന്നു അത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി അത് പൊളിച്ചു മാറ്റി. അതിന്റെ ജീർണാവസ്ഥ കാണിച്ച് എഞ്ചിനീയർ കൊടുത്ത സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലാണ് അത് പൊളിച്ചു മാറ്റിയത്. 10 വർഷമായി അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ഭരണസമിതി ടെൻഡർ നടപടിയിലേക്ക് എത്തിയ സമയത്താണ് സെക്രട്ടറിയുടെ പിടിപ്പിക്കേട് മൂലം അത് ടെൻഡർ നടപടി പൂർത്തിയാകാതെ വന്നത്. പുതിയ ഭരണസമിതി വന്ന ഉടനെ തന്നെ അതിന്റെ പണി പൂർത്തിയാക്കുമെന്ന് വ്യാപാരികൾക്ക്, അതിൽ 19ഓളം വ്യാപാരികൾ നിലവിലുണ്ടായിരുന്നു. നമ്മുടെ കുമ്പളയിലെ 19 വ്യാപാരികൾക്ക് അവിടെ റൂം അനുവദിക്കണമെന്ന് കോടതി വിധിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട പറഞ്ഞത് എത്രയും പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് അതിലൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് നിർത്തിയെന്ന് പറഞ്ഞ് അല്ല എന്ന് പുതിയ ഭരണസമിതി വരുന്നിട്ടും അതിന്റെ പണി തുടങ്ങുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തുടങ്ങി. നിർമ്മാണത്തിനാവശ്യമായ തുക ഈ വർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീക്കിവെച്ചുവെന്നും കരാർ നൽകിയെന്നും പറയുന്നുണ്ടെങ്കിലും എപ്പോൾ നടപ്പിൽ വരുമെന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നുണ്ട്. ടെൻഡർ നടപടികളില്ലാതെ കരാർ നൽകിയതിലും ആക്ഷേപമുണ്ട്. കുമ്പള ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് കുറേ വർഷമായി. പിന്നെ അവിടെ കോംപ്ലക്സ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് പൊളിച്ചത്. ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കൊക്കെ. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഓൾറെഡി സ്റ്റാൻഡ് ഉണ്ടായിരുന്ന അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം ഇങ്ങോട്ട് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാനൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ കച്ചവടമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബസ്സൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് വലിയ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വരും. ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട് ബസ്സിന് അറിയും. ഇവിടെ ബസ് കൈ കാണിച്ചാലൊന്നും ബസ് നിർത്തുന്നില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കോംപ്ലക്സ് വന്നില്ലെങ്കിലും ഇപ്പോൾ ബസ് സ്റ്റാൻഡെങ്കിലും ഒന്ന് അത്യാവശ്യം ഇങ്ങോട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ, ഇറക്കാനും പോകാനും കയറി പോകാനും ഉള്ള സൗകര്യം ചെയ്തു തരണം. അതാണ് അഭിപ്രായം. ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. കടക്കാർക്കും പബ്ലിക്കിനും ഒക്കെ ഇവിടെ വരുന്നവർക്കും വയസ്സായ ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരാനൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത് നടന്നിട്ട്. 2017 തോന്നുന്നു ഇവിടെ ബസ് സ്റ്റാൻഡ് പൊളിച്ചത്. അതിനുശേഷം പണിയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ ഒരു വിവരയോ ജോലിയോ പണിയോ ഇവിടെ പറഞ്ഞ് ആരും സംസാരിക്കുന്നില്ല. പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ബസ് സ്റ്റാൻഡ് ആയിട്ട് ആൾക്കാരെല്ലാം പോയി അവിടെയാണ് ഇറങ്ങൽ. അവിടെ നിന്ന് ഇവിടത്തേക്ക് വീണ്ടും നടന്നുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ 2005-10 കാലഘട്ടത്തിൽ വന്ന എം അബ്ബാസ് അരിക്കാടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കുമ്പള ബസ് സ്റ്റാൻഡിൽ വിശാലമായ ബസ് സ്റ്റാൻഡ് കെട്ടിടവും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാൻ നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ബസ് സ്റ്റാൻഡിനകത്തുള്ള വ്യാപാരികൾ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ എം അബ്ബാസിന്റെ ദൗത്യം പരാജയപ്പെടുകയായിരുന്നു. ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റുവാൻ തന്നെ നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമരം വേണ്ടിവന്ന സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉയരുവാൻ എന്തു വേണമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. മനീഷാമി, ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.